അപ്പോ ഇവിടെ പ്രസംഗം കേട്ടുള്ളൂ. ഇവിടെ സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മമ്പുറം തങ്ങളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ മുനമ്പത്തെ ബീവിയെ സഹായിക്കണേ. വിഷയം മാറ്റുന്നില്ല, അവിടെ നിൽക്ക്, നിങ്ങളവിടെ നിൽക്ക്, സമാധാനപ്പെടെ. എന്തിനാ ബേജാറാകുന്നത്? അള്ളയല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ, അള്ളയല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കാണ്. അത് ഇബ്നു തൈമിയ്യക്ക് മുമ്പ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ടും ഞങ്ങൾ തെളിയിക്കാം. അള്ളാന്റെ ഖുർആൻ ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ആ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞങ്ങൾ തെളിയിക്കും. വരൂ നിങ്ങൾ വാദപ്രതിവാദത്തിന്. അതാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇസ്തിഗാസ ശിർക്കാണ് എന്ന് തെളിയിക്കാൻ ഇന്ന് കേരളത്തിലെ സമസ്തക്കാർ നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്ന് തെളിയിക്കാൻ ഇബ്നു തൈമിയ്യക്ക് മുമ്പ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നബിയുടെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തെളിയിക്കാൻ ഒരു വട്ടമല്ല 1000 വട്ടം തയ്യാറാണ്. രണ്ടാമത് പറയട്ടെ, ഇവിടെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന വാദം ഇബ്ലീസിന്റെ വാദമാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ളവരെയും നിങ്ങൾ വെല്ലുവിളിക്കുന്നു. അത് രണ്ടാം വാദപ്രതിവാദം. ഇനി 3 നബിയുടെ മുടി എന്ന് പറഞ്ഞ് കാന്തപുരം കൊണ്ടുവന്ന കള്ളമുടി കളവാണെന്ന് തെളിയിക്കാനും ഞങ്ങൾ തയ്യാറാണ്. 3 കാര്യത്തിന് മുജാഹിദുകൾ ഒരുക്കമാണ്. 3 കാര്യത്തിന്. 1, ഇന്ന് സമസ്തക്കാർ നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കാണ്. ഇബ്നു തൈമിയ്യക്ക് മുമ്പും ശിർക്കാണ്, ഇബ്നു തൈമിയ്യക്ക് ശേഷവും ശിർക്കാണെന്ന് ഞങ്ങൾ തെളിയിക്കാം. 2, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണെന്ന് എഴുതിയത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്നതിന് അങ്ങനെ തെളിയിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഇബ്ലീസിന്റെ വാദമാണെന്ന് എഴുതി വെച്ച റിസാല, അഥവാ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദമാണെന്ന് എഴുതി വെച്ച റിസാല, ആ റിസാലയെ പ്രതികരിക്കുന്ന ആളുകളുമായും വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. നബിയുടെ പേരിൽ കള്ളമുടി കൊണ്ടുവന്ന് കേരളത്തിൽ തട്ടിപ്പ് നടത്തുന്ന വിഷയത്തിലും ഞങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് ഔദ്യോഗികമായി ഉറക്കെ വീണ്ടും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് രേഖാമൂലം വേണമെങ്കിൽ ഞങ്ങൾ അതും എഴുതി തരാൻ തയ്യാറാണ്. നിങ്ങൾ ഇനി ഒരു കാര്യം പറയാം, നിങ്ങൾ SYSന്റെ ആളാണ്, ഞാൻ SSFന്റെ ആളാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് ഓഫീസുണ്ട്, ഞങ്ങൾക്ക് സെക്രട്ടറിമാരുണ്ട്. നിങ്ങളുടെ സെക്രട്ടറി അവിടെ ചെല്ലുക, നിങ്ങളുടെ ഏത് മൊല്ലയാ നിങ്ങൾക്ക് വിളിച്ചോണ്ട് വരാൻ പറ്റുന്നത് ആ മൊല്ലയും വിളിച്ച് നിങ്ങൾ വരിക. ഞങ്ങൾ കരാർ എഴുതാനും വാദപ്രതിവാദത്തിന് ഒരുക്കമാണ്. ഇനി ഇതും പറഞ്ഞ് ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇതിന്റെ ഔദ്യോഗിക ആളുകള് ഞങ്ങളുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടോളൂ, ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോളൂ. ഞങ്ങൾ രേഖാമൂലം എഴുതി നിങ്ങളുടെ ആളുകളുമായി കരാർ എഴുതി ഇവിടെ വെച്ച് വാദപ്രതിവാദം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ലൈവായി കാണുന്ന രൂപത്തിൽ തുല്യ ആളുകളുടെ അടിസ്ഥാനത്തിൽ 100 മുജാഹിദ് 100 സുന്നി വാദപ്രതിവാദത്തിന് തയ്യാറാണെന്ന് ഇനിയും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇനി ഈ വിഷയം വേണ്ട, വീട്ടിൽ പോകാം. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം.